ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിലെ ഫിൽട്ടർ ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. ഇതിനു മുൻപേ നമ്മൾ എക്സലിൽ ഡാറ്റ ഫിൽട്ടർ ചെയ്തിരുന്നു അല്ലേ? പക്ഷേ അതിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഈ ഫിൽട്ടർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് തൊട്ടിട്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരെ സോൾവ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഈ ഫിൽട്ടർ ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ പലപ്പോഴും ഓഫീസിലൊക്കെ തല പുകഞ്ഞ് ആലോചിച്ചിരിക്കുന്ന പല ടാസ്കുകളും നമുക്ക് സെക്കൻഡ്സ് കൊണ്ട് സോൾവ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു 6 പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നിങ്ങളൊക്കെ ഓഫീസിൽ ഫേസ് ചെയ്യുന്ന 6 ടാസ്കുകളാണ് നമ്മളിവിടെ ഫിൽട്ടർ ഫംഗ്ഷൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്ക്ഷീറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുന്നതായിരിക്കും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ ഞാൻ ചെയ്യുന്നതിനനുസരിച്ച് ഒപ്പം തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ എംപ്ലോയി ഡീറ്റെയിൽസിൻ്റെ ഡാറ്റയാണ്. അതായത് എംപ്ലോയി ID, എംപ്ലോയി നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, ഹയർ ഡേറ്റ്, മന്ത്ലി സാലറി, ആനുവൽ സാലറി, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളോട് ഓഫീസിൽ നിന്ന് പറയാണ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ ആളുകളുടെയും എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ട് വരാൻ. ഓക്കെ, ഒരു വർക്ക് ഷീറ്റിലേക്ക് ആക്കിയിട്ട് വരാൻ പറയുകയാണെന്ന് വിചാരിക്കാം. എങ്ങനെയാണ് ഫിൽട്ടർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഈക്വൽ ടു നമ്മുടെ ഫിൽട്ടർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ടാപ്പ് കീ യൂസ് ചെയ്ത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് അറേ എന്നുള്ളതാണ്. എന്താണ് അറേ എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മളെല്ലാ ഫംഗ്ഷനിലും യൂസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്, നമ്മുടെ ഡാറ്റ തന്നെയാണ് ഈ അറേ എന്ന് പറയുന്നത്. പക്ഷേ ഇതിലെ ഈ ആർഗ്യുമെൻറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്താണോ ഫിൽട്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഫിൽട്ടർ ചെയ്ത് കിട്ടേണ്ടത് എന്താണോ അതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഇപ്പോൾ എനിക്കിവിടെ ഫിൽട്ടർ ചെയ്യേണ്ടത് എംപ്ലോയി ID തൊട്ടിട്ട് ആനുവൽ സാലറി വരെയും ഉണ്ട്. അതായത് നമ്മുടെ ആക്ച്വൽ ഡാറ്റ തന്നെയാണ് എനിക്ക് ഫിൽട്ടർ ചെയ്ത് വരേണ്ടത്. സോ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ഡാറ്റയും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഫിൽട്ടർ ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആർഗ്യുമെൻറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് കാര്യം ചെയ്യാനും ഫിൽട്ടർ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് മനസ്സിലായി അല്ലേ? സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ്, അതായത് നമ്മുടെ ക്രൈറ്റീരിയ, നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണോ ഫിൽട്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഈ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ? ക്രൈറ്റീരിയ. ദെൻ തേർഡ് ആർഗ്യുമെൻറ്റ് അതെന്ന് പറയുന്നത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അതായത് ഇഫ് എംപ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇല്ലാത്തൊരു കാര്യമാണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് നമുക്കറിയില്ല അതിലുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, അങ്ങനെയുള്ളൊരു കാര്യമാണ് കൊടുക്കുന്നതെങ്കിൽ അത് റിട്ടേൺ ചെയ്യേണ്ടത് എന്താണോ, ഒന്നുകിൽ നിങ്ങൾക്ക് വെറുതെ ഒന്ന് ബ്ലാങ്ക് സ്പേസ് കൊടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ഫൗണ്ട് എന്നോ അങ്ങനെ എന്തെങ്കിലുമുള്ള മെസ്സേജ് കൊടുക്കാവുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ആർഗ്യുമെൻറ്റ്സ് ആണ് ഇതിനുള്ളത്. മസ്റ്റായിട്ട് കൊടുക്കേണ്ടത് 2 ആർഗ്യുമെൻറ്റ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. അറേ എന്ന് പറയുന്നത് ഞാനിപ്പോൾ കംപ്ലീറ്റ് ഡാറ്റയും എനിക്ക് വരേണ്ടത് കൊണ്ട് ഞാനത് കംപ്ലീറ്റും സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹെഡർ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ കോമ ഇടുന്നു. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എനിക്ക് സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ വരേണ്ടത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ ഫിൽട്ടർ ചെയ്യാൻ പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോളം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഈക്വൽ ടു ക്വാഡ്സിനകത്ത് സെയിൽസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ കോഡ്സ് ക്ലോസ് ചെയ്യുന്നു, പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. ലിസ, മേരി, ലിൻഡ, സ്മിത്ത് 4 പേരാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. 1 2 3 4, പിന്നെ ആരും സെയിൽസിലില്ല. ഓക്കെ, അപ്പോൾ 4 പേരെയും ഇവിടെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. മനസ്സിലായാലും എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് ഉണ്ടാവും, ഹയർ ഡേറ്റ് എന്ന് പറയുന്നത് നമ്പറിലാണ് വന്നിട്ടുള്ളത്. അതൊന്നുമില്ല, ജസ്റ്റ് ഫോർമാറ്റിങ്ങിലുള്ള പ്രശ്നമാണ്. അതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പോയിട്ട് ഷോർട്ട് ഡേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം, Ctrl 1 പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോർമാറ്റിങ്ങിലേക്കാണ് എത്തുക. അവിടെ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്താലും ഇത് മാറുന്നതായിരിക്കും. 4/8/2019 ആണ്. കണ്ടോ, ലിസ കറക്റ്റ് ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫോർമാറ്റിങ്ങിൽ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതുപോലെ തന്നെ സാലറിക്കും നിങ്ങൾക്ക് ഇതേപോലെ കോമ വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ പോവാം, അതായത് ഈ ഫോർമാറ്റിങ്ങിലേക്ക് പോവാം, കോമ ഇട്ട് കൊടുക്കാം. അപ്പോൾ സീറോസ് വേണ്ട, ഇതേപോലെ തന്നെ മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇനി ഇതിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സെയിൽസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കട്ടെ. സെയിൽസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നമുക്ക് അതിനെ ഒന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കളർ കൂടി കൊടുക്കുകയാണ്. ഈ ഒരു സെല്ലിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും, ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റ് ടൈപ്പ് ചെയ്യുന്നോ അതിനനുസരിച്ച് ഇവിടെ ഡാറ്റ മാറി മാറി വരുന്നതായിരിക്കും. അതെങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഒരു സെല്ലിൽ വന്നിട്ട് ഈ സെയിൽസ് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടും ഇവിടുന്ന് മാറ്റുകയാണ്, ഡിലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഈ സെല്ലാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇനി ഞാനിവിടെ IT എന്ന് കൊടുക്കുകയാണ്. റിട്ടേൺ ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. കണ്ടോ, എറിക്കും റിയയും മാത്രമാണ് ITയിൽ വർക്ക് ചെയ്യുന്നവർ. കണ്ടല്ലോ, ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈസി അല്ലേ? 2 ആർഗ്യുമെൻറ്റ്സേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നോട്ട് ഫൗണ്ട് എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം.
ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ കോമ ഇടുന്നു. എന്നിട്ട് കോഡ്സിനകത്ത് നോട്ട് ഫൗണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഞാനിവിടെ വന്നിട്ട് പർച്ചേസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്താ ഉണ്ടാവുക നമുക്ക് നോക്കാം. അപ്പോൾ പർച്ചേസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇതിലില്ല അല്ലേ, നോട്ട് ഫൗണ്ട് എന്നാണ് വന്നിട്ടുള്ളത്. കണ്ടല്ലോ. ഇനിയിപ്പോൾ ഈ ഫിൽറ്റർ ഫംഗ്ഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫിൽറ്റർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ഡാറ്റയിൽ വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഈ ഒരു റിസൾട്ടിലും, അതായത് നമ്മളുടെ ഫിൽറ്റേർഡ് ഡാറ്റയിലും അപ്ഡേറ്റഡ് ആവുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ എറിക്കിനെ നമുക്കൊന്ന് HR ആക്കാം. എന്നിട്ട് എന്താണ് ചേഞ്ച് വരിക എന്നുള്ളത് നോക്കാം. വേണ്ട 3 പേരെയും ഇപ്പോൾ റിട്ടേൺ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് വന്നിട്ട് ഒരാളുടെ പേര് കൂടി ഇവിടെ ടൈപ്പ് ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ. പക്ഷേ ഇതിലേക്ക് അപ്ഡേറ്റ് ആവില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് ഒരു ടേബിളിനകത്തല്ല കിടക്കുന്നത്. അതായത് നമ്മുടെ ഡാറ്റ ഇപ്പോൾ ഒരു ടേബിളിൻ്റെ അകത്താണെങ്കിൽ എന്താണ്, നമ്മൾ ലാസ്റ്റ് വന്നിട്ട് ഏതെങ്കിലും ഡാറ്റ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഇവിടെയും വരുന്നതായിരിക്കും. മനസ്സിലായോ? ഇതിനെ ടേബിളിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മുടെ റേഞ്ച് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. കാരണം ഈ ഡാറ്റയും കൂടി അടുത്തുള്ളത് കൊണ്ട് ഇത് കംപ്ലീറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാനൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഡാറ്റ ടേബിളിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ താഴെ വന്നിട്ട് ഒരു ഡാറ്റ കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബെന്നും കൂടി ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫിൽറ്റർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ. ഇനി അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയാസ് ഈ ഫിൽറ്റർ ഫംഗ്ഷനിൽ യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ സിംഗിൾ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തെടുത്തത് അല്ലേ. ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ വേണ്ട സമയത്തോ, അതായത് നമുക്കിപ്പോൾ സെയിൽസിലും ആയിരിക്കണം, അതേസമയം സാലറി ഒരു 45,000 ഉള്ള ആൾ മാത്രം മതിയെങ്കിൽ എങ്ങനെ ചെയ്യാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആ എംപ്ലോയി ഡീറ്റെയിൽസ് എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് ടീച്ചേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ പല കുട്ടികൾക്കും ഡിഫറെൻറ്റ് സബ്ജക്ട്സിന് കിട്ടിയിട്ടുള്ള ഗ്രേഡാണ് ഈ കാണുന്നത്. ടീച്ചേഴ്സ് പൊതുവേ ഫേസ് ചെയ്യുന്ന ഒരു ടാസ്ക് തന്നെയാണ് ഇത്. ഇതിലിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റാണ് നമുക്ക് വേണ്ടത്. എല്ലാ സബ്ജക്ട്സിനും A ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റ് വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഈക്വൽ ടു എന്ന സിമ്പിൾ ഇടുന്നു, ഫിൽറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്ന അറേ ആണ്. ഇവിടെ അറേ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമുക്ക് റോൾ നമ്പർ എന്നുള്ള ഈ കോളം വേണ്ട അല്ലേ. അപ്പോൾ നമ്മൾ നെയിം തൊട്ടിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് വേണ്ടത് ഇവിടെ വരിക ഹിന്ദി വരെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഹിന്ദി വരെ മാത്രം മതി. ദെൻ ഇത് താഴേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, കോമ ഇടുന്നു. ഇനി സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രൈറ്റീരിയ ആണ് അല്ലേ. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് അല്ലേ. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഈ കോളം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഇത് ഈക്വൽ ടു കോഡ്സിനകത്ത് A എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്രൈറ്റീരിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്രൈറ്റീരിയാസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കണ്ടീഷൻസിനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇടുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആസ്റ്ററിക് യൂസ് ചെയ്യണം, അതായത് നമ്മുടെ സ്റ്റാർ മാർക്ക് യൂസ് ചെയ്യണം. ദെൻ അടുത്ത ക്രൈറ്റീരിയ വീണ്ടും നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുക. അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദിയുടെ കോളം കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഈക്വൽ ടു സിമ്പിൾ ഇടുന്നു. വീണ്ടും കോഡ്സിനകത്ത് ഹിന്ദിക്ക് എന്താണ് വേണ്ടത്, A ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റ് തന്നെയാണ്. അപ്പോൾ A എന്നിടുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു. ഫിൽറ്ററിൻ്റെ പാരന്തസിസ് കൂടി ക്ലോസ് ചെയ്യാണ്ട് അതുകൂടി ക്ലോസ് ചെയ്ത് കൊടുക്കുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷിനും ഹിന്ദിക്കും A ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ കിട്ടിയിരിക്കുന്നു അല്ലേ. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര സബ്ജക്ട്സ് ഉണ്ടോ അത്രയും സബ്ജക്ട്സിന് വേണ്ടിയിട്ടും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഒരു ക്രൈറ്റീരിയ കൂടി ഉണ്ടെങ്കിൽ, അതായത് മാത്സ് കൂടി ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫസ്റ്റ് സെല്ലിൽ പോയിട്ട് ഫിൽറ്റർ ഫംഗ്ഷനിലുള്ള ടേബിൾ ഒന്ന്, അതായത് നമ്മുടെ ഡാറ്റ ഒന്ന് മാറ്റി സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് പകരം ഞാനിതാ ഇവിടെ മുതൽ മാത്സും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട് അതിനെ അങ്ങ് സെലക്ട് ചെയ്തു. ഇനിയിപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയ അത് തന്നെയാണ് വേണ്ടത്, സെക്കൻഡ് ക്രൈറ്റീരിയ അത് തന്നെയാണ് വേണ്ടത്. തേർഡ് ക്രൈറ്റീരിയ കൊടുക്കുമ്പോൾ ഇവിടെ വന്നിട്ട് വീണ്ടും നമ്മൾ ആസ്റ്ററിക് സിമ്പിൾ ഇടുന്നു, നമ്മുടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു മാത്സ് എന്നുള്ള കോളം കംപ്ലീറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ അത് ഇസ് ഈക്വൽ ടു കോഡ്സിനകത്ത് A എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ, സിയക്കും ഡാനിയലിനും മാത്രമാണ് എല്ലാ സബ്ജക്ട്സിനും A ഗ്രേഡ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കോഡ്സിനകത്ത് A എന്ന് ഇടുന്ന ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സെല്ലിൽ വന്നിട്ട് A എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഗ്രേഡുള്ള കുട്ടികളെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ടാസ്ക് ഇപ്പോൾ നമുക്ക് വരികയാണ്. അതായത് നമ്മളിപ്പോൾ കുറച്ച് മുൻപേ ചെയ്ത് കൊടുത്ത് സെയിൽസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് ആണ് അല്ലേ. എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ കൊടുത്തത്. പക്ഷേ ഇപ്പോൾ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1000 എംപ്ലോയീസ് ഉള്ള ഒരു ലിസ്റ്റിൽ നിന്ന് നമ്മളോട് പറയാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്യുന്നവരുടെ നെയിം ലിസ്റ്റ് കൊണ്ടുത്തരാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതെങ്ങനെയാണ് ഫിൽട്ടർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് സെല്ലിൽ വന്നിട്ട് ഈക്വൽ ടു ഫിൽട്ടർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മുടെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് അറേ ആണ് അല്ലേ. ഇവിടെ അറേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ റിട്ടേൺ ചെയ്ത് വരേണ്ടത്, അതായത് ഫിൽട്ടർ ചെയ്ത് കിട്ടേണ്ടത് നെയിം ലിസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എംപ്ലോയി നെയിംസ് ആണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് എന്താണോ ഫിൽട്ടർ ചെയ്ത് കിട്ടേണ്ടത് അതാണ് നമ്മുടെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്. ദെൻ അടുത്തത് ക്രൈറ്റീരിയ ആണ്. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണോ ഫിൽട്ടർ ചെയ്ത് കിട്ടേണ്ടത്, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് വൈസുള്ള നെയിം ലിസ്റ്റാണ് വേണ്ടത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ കോളമാണ് നമ്മുടെ സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അത് ഇസ് ഈക്വൽ ടു ക്രൈറ്റീരിയ ആണ് അല്ലേ. അപ്പോൾ എന്താണ് ക്രൈറ്റീരിയ? ഈ IT എന്നുള്ള ഈ സംഭവമാണ് നമ്മുടെ ക്രൈറ്റീരിയ. അപ്പോൾ അത് കൊടുക്കുന്നതിന് മുൻപേ ഞാനിതിനൊന്ന് $സൈൻ കൊടുക്കാം. ഈ രണ്ടും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഫംഗ്ഷൻ കീയും F4ഉം കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യാം. അബ്സല്യൂട്ട് റെഫറൻസും റിലേറ്റീവ് റെഫറൻസും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഐകാർഡിൽ ലിങ്ക് ഉണ്ടാവുന്നതായിരിക്കും, ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഈക്വൽ ടു എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? IT എന്നുള്ള ഈ സെല്ലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അങ്ങനെ 2 പേരാണ് നമുക്ക് IT വർക്ക് ചെയ്യുന്നവർ, എറിക്കും ഉണ്ട്, അതുപോലെ തന്നെ റിയയും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെല്ലുകളിലേക്കും കൂടി ഫോർമുല കോപ്പി ചെയ്ത് നോക്കാം. കണ്ടോ, കംപ്ലീറ്റ് നെയിം ലിസ്റ്റും നമുക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെയുള്ള നെയിം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട സമയത്ത് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നോക്കുക. ഇനി അടുത്ത നമ്മുടെ ടാസ്ക് എന്താണെന്ന് നോക്കാം അല്ലേ. അതായത് ഫിൽട്ടർ നോൺ അഡ്ജസൻറ്റ് കോളംസ് ആണ്. അതായത് ഇപ്പോൾ എനിക്ക് വേണ്ടത് എംപ്ലോയി നെയിമും മന്ത്ലി സാലറിയും മാത്രമാണ്. അതായത് എന്നോട് പറഞ്ഞിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ എംപ്ലോയി നെയിംസും അവരുടെ ഇപ്പോൾ ഉള്ള സാലറിയും മാത്രം, അതായത് മന്ത്ലി സാലറി മാത്രമാണ് എടുത്തിട്ട് വരാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ ക്വിക്കായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, എംപ്ലോയി നെയിംസിൻ്റെ ഈ കോളവും മന്ത്ലി സാലറീൻ്റെ കോളവും അടുത്തടുത്തല്ല. ഓക്കെ, അതായത് അവർ അഡ്ജസൻ്റ് അല്ല, നോൺ അഡ്ജസൻ്റ് ആയിട്ടാണ് ഉള്ളത്. ഞാനിവിടെ വീണ്ടും നമ്മുടെ ഫോമിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഫിൽറ്റർ എന്നിട്ടു അറേ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് എംപ്ലോയി നെയിം തൊട്ടിട്ട് മന്ത്ലി സാലറി വരെ ഉള്ളതാണ് അല്ലേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയി നെയിമും മന്ത്ലി സാലറിയും വേണ്ടു, പക്ഷേ നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? എംപ്ലോയി നെയിം തൊട്ടിട്ട് എവിടം വരെ വേണോ അവിടം വരെയും സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മന്ത്ലി സാലറിയാണ്. അപ്പോൾ മന്ത്ലി സാലറീൻ്റെ ഈ കോളം കൂടി ഞാനൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തിട്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഈ 4 കോളവും ഇവിടെ റിട്ടേൺ ചെയ്തിട്ടുണ്ട് അല്ലേ. ഞാൻ ഈ ഫോർമുലയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഞാനിതിന് ഒരു ഫിൽറ്റർ കൂടി കൊടുക്കുകയാണ്. ഇനി ഇവിടെ വന്നിട്ട് കോമ ഇട്ടിട്ട് ഏതൊക്കെ കോളംസ് ആണോ വേണ്ടത് അതിനെ നമുക്ക് ഫ്ലാഗ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബ്രേസ് ഓപ്പൺ ചെയ്തതിന് ശേഷം എത്ര കോളം ആണോ നമുക്ക് വേണ്ടത് ആ കോളത്തിന് മാത്രം 1 എന്ന് കൊടുക്കുക, അല്ലാത്ത കോളത്തിന് 0 കൊടുക്കുക. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ്. 1, അതായത് ഇത് നമുക്ക് വേണം അല്ലേ. അപ്പോൾ ഇതിന് 1 കൊടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് കോളത്തിന് ഞാൻ 1 കൊടുത്തു, ദെൻ കോമ ഇടുന്നു. ഇനി ഇത് വേണ്ട, 0 ആണ്. അപ്പം ഹയർ ഡേറ്റിനും 0 കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ 2 zeros കൊടുക്കാം. കോമ 0, കോമ. ദെൻ അടുത്തതായിട്ട് എനിക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത് മന്ത്ലി സാലറീൻ്റെ കോളാണ്. അപ്പോൾ അതിന് നമ്മൾ 1 വീണ്ടും കൊടുക്കുന്നു. നമ്മൾ ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കോമ ഇട്ടിട്ട് ആനുവൽ സാലറിക്ക് കൂടി 0 കൊടുക്കണം. മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ മന്ത്ലി സാലറി വരെ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ബ്രേസ് തന്നെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, അതായത് ആദ്യത്തെ ഫിൽറ്ററിൻ്റെ പാരന്തസിസ് ഒന്ന് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ, നമുക്ക് റിട്ടേൺ ചെയ്തിട്ടുള്ള എംപ്ലോയി നെയിമും മന്ത്ലി സാലറി മാത്രമാണ്. വളരെ ക്വിക്കായിട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ ഇനി ഇങ്ങനത്തെ ടാസ്ക്കൊക്കെ കിട്ടിയാൽ തല പുകയ്ക്കാണ്ട് ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ എന്താണ്, നമുക്ക് ഇതേപോലെയുള്ള നമ്പർ ഫോർമാറ്റിങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളോട് ഓഫീസിൽ നിന്ന് ചോദിച്ച പോലെയുള്ള ഒരു ലിസ്റ്റ് തന്നെ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ ട്രിക്കാണ്, അതായത് ലിസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ പലപ്പോഴും എക്സൽ ഷീറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് അതൊക്കെ റിമൂവ് ചെയ്ത് കളയാറുണ്ട് അല്ലേ. പക്ഷേ നമുക്ക് എപ്പോഴെങ്കിലും ഈ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസിനെയൊക്കെ തന്നെ ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരാറില്ലേ. ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസിനെ എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഫിൽട്ടർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസിനെയൊക്കെ ലിസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാം അല്ലേ. നെയിമും കൗണ്ടും ആണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ ഡാറ്റേനെ ഒരു ടേബിളിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. ലാസ്റ്റ് എന്തെങ്കിലും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതുകൂടി അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടേബിളിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുള്ളത്. നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിരുന്നു, ടേബിളിലാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഞാനിവിടെ ഈ ഒരു സെല്ലിൽ വന്നിട്ട് നമ്മുടെ ഫിൽട്ടർ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നെയിം കണ്ടെയ്ൻ ചെയ്യുന്ന ഈ കോളം തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ദെൻ കോമ ഇടുന്നു. ഇനി സെക്കൻഡ് ആർഗ്യുമെൻറ്റിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കൗണ്ട് ഇഫ് എന്നുള്ള ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, കൗണ്ട് ഇഫ് യൂസ് ചെയ്തിട്ടാണ്
നമ്മൾ ഇതിൻ്റെ കൗണ്ട് കണ്ടുപിടിക്കുന്നത്. ഇതിലേക്ക് കൊടുക്കുന്ന റേഞ്ച് ആണ്. ആദ്യത്തത് റേഞ്ച് ആണ്. റേഞ്ച് എന്ന് പറയുമ്പോൾ നെയിം കണ്ടെയ്ൻ ചെയ്യുന്ന കോളം തന്നെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. അതും കൂടി കൊടുക്കുക. ഇനി അടുത്തത് നമ്മളൊരു കോമ ഇടുന്നു. ഇനിയാണ് ക്രൈറ്റീരിയ കൊടുക്കാൻ പോകുന്നത്. എന്തിൻ്റെ ബേസിലാണ് ഇത് നമുക്ക് എന്താണ് കൗണ്ട് ചെയ്യേണ്ടത്? ഓക്കെ, എന്തിൻ്റെ ബേസിലാണ് ഇത് കൗണ്ട് ചെയ്ത് കിട്ടേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഈ നെയിം കണ്ടെയ്ൻ ചെയ്യുന്ന കോളം തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മുടെ പാരന്തസിസ് ഒന്ന് ക്ലോസ് ചെയ്യുന്നു. ദെൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം 2 എന്ന് കൊടുക്കുന്നു. അതായത് നമ്മുടെ ഈ നെയിംസ് ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ, നമുക്ക് ഒന്നിൽ കൂടുതൽ തവണ ഉള്ളവരുടെ പേരുകളൊക്കെ തന്നെയും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മിത്ത് എന്നുള്ള പേര് ഇവിടെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ജാക്സൺ 2 പ്രാവശ്യമുണ്ട്. നെൽസൺ എന്നുള്ള പേര് 3 ടൈംസ് ഉണ്ട്. അതായത് ഓരോ തവണയും അതിനെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഒന്നുകൂടി ഈ ഫോമുല എടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരു യുണീക്ക് എന്നുള്ള ഫംഗ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ടാബ് കീ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തു. ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യണം. കണ്ടോ, ഇപ്പോൾ നമുക്ക് എല്ലാം 1 ടൈം മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനെ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എല്ലാ പേരും പിന്നെയും ലിസ്റ്റ് ചെയ്യുന്നത് മാറ്റി കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്ത് യുണീക്ക് എന്നുള്ള ഒരു ഫംഗ്ഷനാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തതായിട്ട് നമുക്ക് ഇത് എത്ര ടൈംസ് ഇതിൽ റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കൗണ്ട് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് ഈക്വൽ ടു നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കൗണ്ട് ഇഫ് മാത്രമാണ്. കൗണ്ട് ഇഫ് എന്ന് വെച്ചു. ദെൻ ടാബ് കീ പ്രസ് ചെയ്തു. ഇതിൽ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത് റേഞ്ച് ആണ്. അതിന് നമ്മൾ നമ്മുടെ ഈ നെയിം കണ്ടെയ്ൻ ചെയ്യുന്ന കോളം സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ കോമ ഇടുന്നു. അടുത്ത ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ക്രൈറ്റീരിയ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള ഈ നെയിം ലിസ്റ്റാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ദെൻ നമ്മൾ പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ, നമുക്ക് കറക്റ്റായിട്ട് ഇത് എത്ര ടൈംസ് ഒക്കർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൗണ്ടും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ സ്മിത്ത് എന്ന് പറയുന്നത് 2 ടൈംസ് ആണ്. നെൽസൺ 3 ടൈംസ് ആണ്. ജാക്സൺ എന്ന് പറയുന്നയാൾ 2 ടൈംസ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനെ ലിസ്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ലാസ്റ്റിൽ വന്നിട്ട് ഒരു പേര് കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഒന്ന് നോക്കി നോക്കാം. കണ്ടോ, സ്മിത്ത് 3 ടൈംസ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്നുള്ള സംഭവം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ടേബിൾ ഇട്ടതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ എന്തെങ്കിലും എൻട്രീസ് കൊണ്ടുവന്ന് ഇടുകയാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിലും അപ്ഡേറ്റ് ആയി കിട്ടുന്നതായിരിക്കും. മനസ്സിലായല്ലോ? ഇനി നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ടാസ്ക് ആണ്. അതായത് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഡേറ്റിനനുസരിച്ച് ഫിൽട്ടർ ചെയ്യുക എന്നുള്ളതാണ്. 5/28/2020 തൊട്ടിട്ടുള്ള എല്ലാ സെയിൽസും ആണ് വരേണ്ടത് എങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈക്വൽ ടു ഫിൽട്ടർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഇനി നമ്മുടെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് അറേ ആണ്. നമുക്കെല്ലാം തന്നെയും ഫിൽട്ടർ ചെയ്ത് വരണം. അതുകൊണ്ട് നമുക്ക് ഇവിടം മുതൽ എല്ലാ ഡാറ്റയും സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്ന ക്രൈറ്റീരിയ ആണ് അല്ലേ. നമുക്കിവിടെ ഡേറ്റിനനുസരിച്ചാണ് ഫിൽട്ടർ ചെയ്ത് കിട്ടേണ്ടത്. അതുകൊണ്ട് ഡേറ്റിൻ്റെ കോളം കംപ്ലീറ്റ് ആയിട്ടും സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൊടുക്കാൻ പോകുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ ഒരു ഡേറ്റ് 5/28/2020 ശേഷമുള്ള സെയിൽസും ആണ് വരേണ്ടത് അല്ലേ. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ, അതിന് ശേഷമുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. ഡേറ്റ് നമുക്കൊന്ന് ഫോമാറ്റ് ചെയ്ത് കൊടുക്കാം. 2020 ഉള്ളത് മുഴുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റിനനുസരിച്ച് ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഫിൽട്ടർ ട്രിക്ക് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ പറയാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ടോപ്പിക് സജസ്റ്റ് ചെയ്യാൻ കമൻറ്റിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.